നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. കോൺഗ്രസ് രണ്ടാംഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പ്രഖ്യാപിക്കും. കെ സുധാകരന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ അനിശ്ചിതത്വം. സുധാകരനെ ചൊല്ലി കണ്ണൂർ DCCയിൽ ഭിന്നത. രണ്ടാംഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ച് BJP. കുമ്മനം രാജശേഖരൻ ആറന്മുളയിലും, CPI വിട്ട CC മുകുന്ദൻ നാട്ടികയിലും, B. ഗോപാലകൃഷ്ണൻ ഗുരുവായൂരിലും മത്സരിക്കും. പെരുമ്പാവൂരിൽ ലക്ഷ്മിപ്രിയയ്ക്ക് പകരം ജിബി പാത്തയ്ക്കൽ 2020 സ്ഥാനാർത്ഥിയാകും. ഏറ്റുമാനൂരിലെ 2020 സ്ഥാനാർത്ഥി വീണ നായർക്കും വോട്ടില്ല. അയോധ്യ ഭക്തിസാന്ദ്രം. രാമക്ഷേത്രത്തിൽ ശ്രീരാമയന്ത്ര പ്രതിഷ്ഠയ്ക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനൊപ്പം സാക്ഷിയായി സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവി. ആധുനിക ലോകത്ത് ഭാരതം രാമരാജ ദർശനങ്ങളോടെ തിളങ്ങി നിൽക്കുമെന്ന് രാഷ്ട്രപതി. സനാതനധർമ്മത്തിൻ്റെ പുത്തൻ സൂര്യോദയമാണ് രാമക്ഷേത്രമെന്ന് അമ്മ. ഡോക്ടർ വന്ദനാദാസ് വധക്കേസിൽ ശിക്ഷാവിധി മറ്റന്നാൾ. പ്രതി സന്ദീപിന് വധശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ. അപൂർവമായ കേസ് അല്ലെന്ന് പ്രതിഭാഗം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പങ്കജ് ഭണ്ഡാരിക്കും ഗോവർദ്ധനും സ്വാഭാവിക ജാമ്യം അനുവദിച്ചത് കൊല്ലം വിജിലൻസ് കോടതി. ഇരുവരും ഇന്ന് ജയിൽ മോചിതരാകും. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ തകർന്ന് ഓഹരി വിപണി. സെൻസെക്സ് 2497 പോയിന്റും നിഫ്റ്റി 776 പോയിന്റും താഴ്ന്നു. 2 വർഷത്തിനിടയിലുള്ള ഏറ്റവും വലിയ തകർച്ച. ആഗോള വിപണികളിലും ഇടിവ്. ക്രൂഡ് ഓയിൽ വില ബാരലിന് $110 മുകളിലെത്തി. സ്വർണ്ണവിലയിലും തകർച്ച. കേരളത്തിൽ നിന്ന് കുറഞ്ഞത് 5240 രൂപ. മാരത്തോൺ ചർച്ചകൾക്ക് ശേഷം കോൺഗ്രസ് രണ്ടാംഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പ്രഖ്യാപിക്കും. ചർച്ചകൾ പൂർത്തിയാക്കി നേതാക്കൾ ഡൽഹിയിൽ നിന്നും സംസ്ഥാനത്തേക്ക് മടങ്ങിയിട്ടുണ്ട്. കെ സുധാകരൻ്റെ സ്ഥാനാർത്ഥിത്വത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ്. സ്വതന്ത്രനായി മത്സരിക്കുമെന്നത് അടക്കമുള്ള സമ്മർദ്ദങ്ങൾക്കൊടുവിൽ കണ്ണൂരിൽ കെ സുധാകരന് സീറ്റെന്ന സൂചന എന്ന വാർത്തയും നേരത്തെ പുറത്തു വന്നിരുന്നു. അതേസമയം കെ സുധാകരന് സീറ്റെങ്കിൽ എനിക്കും വേണം സീറ്റെന്ന നിലപാട് ഘടിപ്പിച്ച് അടൂർ പ്രകാശും രംഗത്ത് വന്നതായും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. കോന്നിയിൽ എന്ത് സംഭവിച്ചാലും താൻ ഉത്തരവാദിയായിരിക്കില്ല എന്നായിരുന്നു അടൂർ പ്രകാശിൻ്റെ പ്രതികരണം. ഇടുക്കി, പൂഞ്ഞാർ, പീരുമേട് സീറ്റുകളിൽ അലോഷ്യസ് സേവിയറിനെ കോൺഗ്രസ് പരിഗണിക്കുന്നുവെന്ന വിവരം നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. എന്നാൽ ഒടുവിലെ വിവരമനുസരിച്ച് അലോഷ്യസിന് സീറ്റ് നൽകില്ല. കൂടുതൽ വിവരങ്ങളുമായി ആൻഫ്ലെറ്റ് ഡിസൂസ ചേരുന്നുണ്ട്. ആൻഫ്ലെറ്റ്, കോൺഗ്രസ്സിൽ ഇപ്പോൾ ഒരു സംഘർഷഭരിതമായ ഒരു കാലാവസ്ഥയാണ്. കഴിഞ്ഞ 24 മണിക്കൂറായി മുതിർന്ന നേതാക്കൾക്ക് ആശങ്കയുണ്ടാക്കുന്ന തരത്തിലുള്ള നടപടിക്രമങ്ങൾ ഈ സമിതി, രാഷ്ട്രീയകാര്യ സമിതി പോലെയുള്ള സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഒന്നല്ല പലവട്ടം ചേർന്നിട്ട് പോലും ഒരു പ്രധാന വിഷയത്തിൽ ഒരു തീരുമാനമുണ്ടാക്കാൻ കഴിഞ്ഞില്ല. കടുത്ത നിലപാടിൽ തന്നെ കെ സുധാകരൻ നിൽക്കുന്നു. അതിനോട് ചുവട് പിടിച്ച് അടൂർ പ്രകാശ് നിൽക്കുന്നു. എന്ത് തീരുമാനത്തിൽ ഒടുവിൽ ഹൈക്കമാൻഡ് എത്തിച്ചേരും? രാജേഷ്, ഓരോ മണിക്കൂറും അല്ലെങ്കിൽ ഓരോ നിമിഷവും കോൺഗ്രസ് ഹൈക്കമാൻഡിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തെ സംബന്ധിച്ചും വളരെ നിർണായകമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് അനിശ്ചിതത്വം എന്ന് പറയുന്നത് ഒരു മിനിറ്റ് അനുസരിച്ച് അനിശ്ചിതത്വത്തിൻ്റെ ഒരു ആക്കവും ഒക്കെ കൂടി വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം ഇന്ന് രാവിലെ മുതൽ ഇന്നലെ രാത്രി മുതൽ നടന്ന വലിയ രീതിയിൽ നടന്ന ചർച്ച ഡൽഹിയിൽ അവസാനിക്കുന്നത് രാത്രി പുലർച്ചെ 2:30-ക്കാണ്. ആ പുലർച്ചെ 2:30-ക്ക് ഒരുവിധം ഏറെക്കുറെ 40 സീറ്റുകളൊക്കെ ധാരണ എത്തിയാണ് കേരള നേതാക്കളൊക്കെ മടങ്ങിയത്. പക്ഷേ അപ്പോഴേക്കും കെ സുധാകരനോട് സീറ്റില്ല. പകരം കണ്ണൂരിൽ TO മോഹനൻ, അത് മുൻ മേയറായ TO മോഹനാണ് എന്ന വാർത്തയൊക്കെ പുറത്തു വരുന്നത്. അതോടുകൂടിയാണ് കെ സുധാകരൻ വീണ്ടും അദ്ദേഹം സമ്മർദ്ദത്തിലാക്കുന്നു. അതായത് ആ സമ്മർദ്ദം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പാരമ്യതയിലാണ് എത്തിക്കുന്നത്. താൻ അവിടെ മത്സരിക്കുമെന്നും മാത്രമല്ല ചില BJP നേതാക്കളുമായി ചർച്ച നടത്തിയെന്നൊരു അഭ്യൂഹം വരെ കണ്ണൂരിലൊക്കെ പരന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. അപ്പോൾ അത് വലിയ രീതിയിൽ തിരിച്ചടിയാകുമെന്ന് പറയുന്നു. നേതാക്കളൊക്കെ ഇടപെടുന്നു. ഒടുവിൽ AK ആന്റണി, രമേശ് ചെന്നിത്തല അടക്കമുള്ളവരൊക്കെ നേരിട്ട് അദ്ദേഹത്തെ അനുനയിപ്പിക്കുന്നു. പിന്നീട് അദ്ദേഹം 12 മണിക്ക് നടത്തിയിരുന്ന വാർത്താ സമ്മേളനമൊക്കെ മാറ്റി അദ്ദേഹത്തിൻ്റെ പേര് ഉണ്ട് എന്ന വാർത്ത വരുന്നു. ഒടുവിൽ കണ്ണൂരിൽ DCC അദ്ദേഹത്തിൻ്റെ അനുയായ വൃന്ദം കണ്ണൂർ DCCക്ക് മുന്നിൽ പടക്കം പൊട്ടി
അതായത് പ്രതിഷേധവുമായി വന്നവർക്കെതിരെ പടക്കം പൊട്ടി ആഘോഷിക്കുന്ന ഒരു കാഴ്ചയൊക്കെ കാണുന്നു. അതിനുശേഷം ഈ കണ്ണൂരിൽ തന്നെ പിന്നീട് കണ്ണൂരിൽ കേന്ദ്രീകരിച്ച് ചില വാർത്തകളൊക്കെ അല്ലെങ്കിൽ ചില അവരുടെ നിലപാടുകളിലൊക്കെ DCCയുടെ നിലപാടും പ്രവർത്തകരുടെ നിലപാടിലൊക്കെ മാറ്റം വന്നു. അതായത് സുധാകരന് മാത്രമായൊരു സമീപനം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു സംവരണം സുധാകരന് മാത്രമായി നൽകുമ്പോൾ സ്വാഭാവികമായും ആദ്യം രംഗത്ത് വരുന്നത് അടൂർ പ്രകാശ് തന്നെയായിരിക്കും. കാരണം അടൂർ പ്രകാശ് ആദ്യം ഇട്ട പോസ്റ്റ്, അതായത് പിന്മാറുന്നു എന്നൊരു രീതിയിൽ വൈകാരിക പോസ്റ്റൊക്കെ അദ്ദേഹം ഇട്ടതിന് ശേഷം സുധാകരന് ഇളവ് നൽകുന്നു എന്ന് വന്നതോടുകൂടി അദ്ദേഹം ആ പോസ്റ്റ് പിൻവലിച്ചു. മാത്രമല്ല അദ്ദേഹം കടുത്ത പ്രതിഷേധവുമായി അദ്ദേഹം രംഗത്തുണ്ട്. എന്നാൽ തനിക്കും സീറ്റ് വേണം, താനും ചില്ലറക്കാരനൊന്നുമല്ല എന്ന രീതിയിൽ അദ്ദേഹം സമ്മർദ്ദം ഉയർത്തുന്നു. ഈ രണ്ടുപേരും നോൺ ലയബിലിറ്റി സർട്ടിഫിക്കറ്റ് ഒക്കെ കേരള ഹൗസിൽ നിന്ന് നേരത്തെ വാങ്ങിയിരിക്കുകയാണ്. ഇതൊക്കെ നോമിനേഷൻ കൊടുക്കുന്ന സമയത്ത് പൂരിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ അതൊക്കെ ഒരു സമ്മർദ്ദ വിലപേശ തന്ത്രം തന്നെയാണ്. ഇതൊക്കെ കൃത്യമായി ഹൈക്കമാൻഡിനും അറിയാം. പക്ഷേ അപ്പോഴും കെ സുധാകരനാണ് കൂടുതൽ അപകടകാരി എന്ന തിരിച്ചറിവാണ് കെ സുധാകരനാണ് നയിപ്പിക്കാൻ ഈ നേതാക്കൾ ഓരോരുത്തരും ഡൽഹിയിൽ അദ്ദേഹത്തിൻ്റെ വസതിയിൽ ഇങ്ങനെ ഒന്നിന് പുറകെ ഒന്നായി. വി ഡി സതീശൻ ഒഴികെ എല്ലാ നേതാക്കളും അദ്ദേഹത്തെ നേരിട്ട് കാണുന്നു, സംസാരിക്കുന്നു. അദ്ദേഹം സീറ്റ് ലഭിക്കുന്നു എന്ന് അറിഞ്ഞതോടുകൂടി അദ്ദേഹം ഹാപ്പിയായി. പിന്നെ വാർത്താസമ്മേളനമൊക്കെ ഉപേക്ഷിച്ചു. എന്നാൽ അപ്പോഴേക്ക് കണ്ണൂരിലെ നിലപാടൊക്കെ മാറുന്നു. കണ്ണൂരിലാണ് പലരും ഈ എന്തിന് കെ സുധാകരൻ വീണ്ടും മത്സരിച്ച് അദ്ദേഹം ജയിക്കുകയാണെങ്കിൽ അവിടെ ഒരു ബൈ ഇലക്ഷൻ ഉണ്ടാകും, ആ ബൈ ഇലക്ഷൻ ഇനി നേരിടാൻ തയ്യാറല്ല എന്ന രീതിയിൽ DCCയിൽ വലിയൊരു എതിർവികാരം കെ സുധാകരനെതിരെ വരുന്നു. അതോടുകൂടി കെ സുധാകരനെ അനുകൂലിച്ചിരുന്ന KS ബ്രിഗേഡിയർ എന്ന് പറയുന്ന ഒരു വിഭാഗം ന്യൂനപക്ഷമായി മാറുന്നു എന്ന് തിരിച്ചറിവ് ഹൈക്കമാൻഡ് ഉണ്ടാകുന്നു. എന്നാൽ എന്താണ് എടുത്ത നിലപാട്? ഇന്നലെ അർദ്ധരാത്രിയിലെ ചർച്ചയിൽ അത് തന്നെ മുന്നോട്ട് പോകാം. ആ പട്ടികയിൽ ടി.ഒ. മോഹനൻ തന്നെ, കണ്ണൂരിൽ ടി.ഒ. മോഹനൻ്റെ പേര് ചേർത്ത് അങ്ങനെ തന്നെ പട്ടിക പുറത്തു വരാം. അതായത് ഒഴിച്ചിടുന്നില്ല സീറ്റുകൾ. പെരുമ്പാവൂർ ഉൾപ്പെടെ സീറ്റുകളൊന്നും ഒഴിച്ചിടാതെ കൃത്യമായി ഇനി പ്രഖ്യാപിക്കണം. 40 സീറ്റുകളും ഒരൊറ്റ സീറ്റ് പോലും ഒഴിച്ചിടാതെ തന്നെ പ്രഖ്യാപിക്കാമെന്നൊക്കെ തീരുമാനമെടുത്തു. അത് ഈ വൈകിയ വേളയിലാണ് ആ തീരുമാനം. രാത്രിയെങ്കിലും സീറ്റ് പ്രഖ്യാപിക്കാം എന്നൊരു നിലപാടൊക്കെ പുറത്തു വരുന്നത്. അതായത് കണ്ണൂരിൽ ഇനി കെ സുധാകരൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയാൽ കൂടുതൽ പ്രത്യാഘാതങ്ങൾ മറ്റു പല MP-മാരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകും എന്നൊരു തിരിച്ചറിവിനെ തുടർന്നാണ്. മാത്രമല്ല കണ്ണൂരിൽ കെ സുധാകരൻ്റെ ഒരു അദ്ദേഹത്തിൻ്റെ സ്വാധീനം അല്ലെങ്കിൽ അണികൾക്കിടയിൽ അദ്ദേഹത്തിനുള്ള അനുകൂല വികാരമൊക്കെ മാറി വരുന്നു, കാലാവസ്ഥ അവിടെ മാറുന്നു എന്നൊക്കെ തിരിച്ചറിയുന്നു. അങ്ങനെ ഹൈക്കമാൻഡിന് ആത്മവിശ്വാസവും കൂടുന്നൊരു സാഹചര്യം വന്നു. അപ്പോൾ ഈ വാർത്തയൊക്കെ പുറത്തു വന്നപ്പോൾ വീണ്ടും കെ സുധാകരൻ പട്ടികയിൽ തിരുത്തിയിട്ടില്ല, തൻ്റെ പേര് ചേർത്തിട്ടില്ല എന്ന് തിരിച്ചറിയുന്ന അല്ലെങ്കിൽ അത് ബോധ്യപ്പെടുന്നതോടുകൂടി കെ സുധാകരൻ വീണ്ടും ഇടയുകയാണ്. ഡൽഹി തന്നെയാണ് കെ സുധാകരൻ. ഇന്ന് വൈകിട്ട് രാത്രിയോട് മടങ്ങുമെന്ന് തീരുമാനിച്ചു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ യാത്ര നാളത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം വീണ്ടും അവിടെ ഡൽഹിയിൽ തുടരുന്നു. ഡൽഹി തുടർന്നുകൊണ്ട് വീണ്ടും ഹൈക്കമാൻഡിനുമേൽ കടുത്ത സമ്മർദ്ദം ചെലുത്താനുള്ള ഒരു നീക്കം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അങ്ങനെയെങ്കിൽ ഈ സീറ്റ് വരുന്നത് വരെ എന്ത് നിലപാട് എന്നത് കോൺഗ്രസ് നേതൃത്വത്തെ സംബന്ധിച്ച് ദേശീയ നേതൃത്വമായാലും സംസ്ഥാന നേതൃത്വമായാലും ആകാംക്ഷയുടെ മുൻമുനയിൽ തന്നെയാണ് ഓരോ നിമിഷവും. അതിനപ്പുറമാണ് എൽദോസ് കുന്നപ്പള്ളി. അദ്ദേഹത്തിന് സീറ്റ് കിട്ടിയില്ല എങ്കിൽ ഞാനിപ്പോൾ മടങ്ങി വരാം. വി ഡി സതീശൻ്റെ റോഡ് ഷോ ഇപ്പോൾ നടക്കുകയാണ്. കിരൺ കൂടി ചേരുന്നുണ്ട്. കിരൺ, എത്രത്തോളം ആവേശമുണ്ട്? നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. നിരവധി പ്രവർത്തകരാണ് ഒപ്പം അനുഗമിച്ച് പോകുന്നത്. എത്രത്തോളം ആവേശമുണ്ട്? രാജേഷ്, വലിയ ആവേശത്തിൽ തന്നെയാണ് പ്രതിപക്ഷ നേതാവിൻ്റെ സ്വന്തം മണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രചരണ പരിപാടികൾ. ഇന്ന് വൈകിട്ട് മുതലാണ് അദ്ദേഹത്തിൻ്റെ ഈ വാഹന പ്രചരണ പരിപാടികൾ ആരംഭിച്ചത്. ഏതായാലും പ്രതിപക്ഷ നേതാവ് തന്നെ കൂടെയുണ്ട്. സാർ, ഏതായാലും വലിയൊരു ആവേശത്തിൽ തന്നെയാണ് സ്വന്തം നാട്ടിൽ നിന്ന് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും എനിക്ക് എൻ്റെ വീട് പോലെയാണിത്. ഞാൻ അവരുടെ കുടുംബത്തിലൊരു അംഗമാണ്, എല്ലാ കുടുംബത്തിലെയും. എനിക്ക് ഈ ആളുകളെ പേരെടുത്ത് വിളിക്കാൻ പറ്റുന്ന ബന്ധമുണ്ട്. എന്നോട് അവരുടെ മകനെ പോലെ, സഹോദരനെ പോലെയാണ് അവർ കാണുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ എല്ലാ പ്രാവശ്യവും മത്സരിച്ചപ്പോഴും ഓരോ പ്രാവശ്യം മത്സരിക്കുമ്പോൾ കിട്ടുന്ന ഭൂരിപക്ഷത്തേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം എല്ലാ തെരഞ്ഞെടുപ്പിലും എനിക്ക് നൽകിയിട്ടുണ്ട്. ഇവിടെ LDF തരംഗം ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ. 2006 ഞാൻ രണ്ടാമത് മത്സരിക്കുമ്പോൾ കേരളത്തിൽ VS തരംഗമാണ്. എറണാകുളം റൂറലിൽ 10 അസംബ്ലി സീറ്റുകളിൽ 9 UDF തോറ്റു. ഞാനിവിടെ ജയിച്ചപ്പോൾ എനിക്ക് 2001 കൂടുതൽ ഭൂരിപക്ഷം ഉണ്ടായി. 2016 LDF തരംഗം ഉണ്ടായി, പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി. ആ തെരഞ്ഞെടുപ്പിൽ എനിക്ക് ഇവിടുത്തെ ഭൂരിപക്ഷം 11,000-ൽ നിന്ന് 20,000-ആയി. മനസ്സിലായേ? കഴിഞ്ഞ പ്രാവശ്യവും LDF അധികാരത്തിൽ വന്നു, അപ്പോഴും എൻ്റെ ഭൂരിപക്ഷം ഇവിടെ കൂടി. അപ്പോൾ എല്ലാ പ്രാവശ്യവും ഒരു കൂട്ടി തരും. അപ്പോൾ എല്ലാ പ്രാവശ്യവും സ്നേഹം കൂടുതലാണ്. എല്ലാ പാർട്ടിയിലും പെട്ടവർ വോട്ട് ചെയ്യാറുണ്ട്. ആ തരംഗം ഇത്തവണ ഇല്ലാണ്ടാക്കും, ചരിത്ര വിജയം നേടുമെന്ന് പറഞ്ഞിട്ടാണ് ടൈസൺ മാസ്റ്റർ കഴിഞ്ഞ പറയാൻ പറ്റുള്ളൂ. തോൽക്കും എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും മുന്നണിക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറ്റുമോ? ജയിക്കുമെന്ന് വിശ്വാസത്തിലും പ്രതീക്ഷയിലും എല്ലാവരും, അതിലൊന്നും തെറ്റില്ല. അവരങ്ങനെ പറയുന്നതിലൊന്നും ഒരു തെറ്റില്ല. അത് അവരുടെ വിശ്വാസമല്ലേ.
അവരങ്ങനെ തോക്കുന്നു പറഞ്ഞ ആരെങ്കിലും മത്സരിക്കുക? അങ്ങനെ അല്ലല്ലോ. ജയിക്കണമെന്ന് ജയിക്കണമെന്ന് വിചാരിച്ചിട്ടല്ല അത് ചെയ്യേണ്ടത്. ഇത് മാത്രമല്ല, പ്രതിപക്ഷ നേതാവിനെ വ്യക്തിപരമായിട്ട് ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് പലപ്പോഴും LDFന്റെ പ്രചരണ പരിപാടികളൊക്കെ നടക്കുന്നത്. പ്രതിപക്ഷ നേതാവ് നുണ പറയുന്നു എന്നടക്കമുള്ള ആരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനർത്ഥം എന്നെ പേടിയണമെന്നല്ലേ? ഞാൻ ഒന്നിനും കൊള്ളില്ലാത്തവനാണെങ്കിൽ എന്നെ ആക്രമിക്കുക, പോട്ടെ എന്നല്ലേ വിചാരിക്കുള്ളൂ, അല്ലേ? അപ്പൊ കഴിഞ്ഞ ഒരു 6 മാസമായിട്ട് എന്നെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളാണ് നടത്തുന്നത്. വ്യാപകമായ ദുഷ്പ്രചരണങ്ങളാണ് നടത്തുന്നത്. എൻ്റെ മുഖമൊക്കെ വികൃതമാക്കി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ച് വികൃതമാക്കിയിട്ടാണ് ചെയ്യുന്നത്, കുട്ടികൾ പേടിക്കുന്ന രീതി. ഞാൻ പറഞ്ഞു, എന്നെ കാണാൻ ഭംഗിയില്ലെങ്കിലും കുട്ടികൾ പേടിക്കുന്ന മുഖമൊന്നും എനിക്കില്ലല്ലോ. അപ്പം അത്രയും ഹീനമായ രീതിയിലുള്ള പ്രചരണ രീതികളാണ് എന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ചെയ്യുന്നത്. ഞാനത് ആസ്വദിക്കുകയാണ് ഒരു പൊതുപ്രവർത്തനം എന്ന നിലയിൽ. കാരണം എൻ്റെ PR ഇപ്പോൾ ഇവരത് ചെയ്യുന്നത്. ഇവർ നെഗറ്റീവായിട്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് ഗുണപരമായി മാറുകയാണ്, അല്ലേ? ഈ ഒന്നാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക കോൺഗ്രസിന്റെ വന്നതിന് പിന്നാലെ തന്നെ വലിയ വിവാദങ്ങളൊക്കെ വിവാദം ഉണ്ടായില്ല, ഒരു വിവാദം ഉണ്ടായില്ല. പലരും പല പരാതികളും. ഒന്നാം ഘട്ട പട്ടിക വന്നിട്ട് എന്ത് വിവാദം ഉണ്ടായത്? ഒരു വിവാദം ഉണ്ടായില്ല. കെ സുധാകരനും ഒപ്പം തന്നെ അടൂർ പ്രകാശിനൊക്കെ സീറ്റില്ലാന്നടക്കമുള്ള കാര്യങ്ങൾ പരാതികളൊക്കെ. അവരുടെ സീറ്റുകളൊന്നും തീരുമാനമായിട്ടില്ലല്ലോ. ആ സീറ്റുകളിലൊന്നും ഒന്നാം ഘട്ട പട്ടിക വന്നിട്ട് എന്ത് പരാതി ഉണ്ടായത്? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഞായറാഴ്ചയാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. തിങ്കളാഴ്ച ഞങ്ങൾ 50 സീറ്റ് പ്രഖ്യാപിക്കാനിരുന്നതാണ്, ഞാൻ പറഞ്ഞിരുന്നു. പക്ഷെ ഞങ്ങളുടെ സ്ക്രീനിങ് കമ്മിറ്റി ചെയർമാൻ ഗുജറാത്തിലായി പോയി, അദ്ദേഹത്തിന് സുഖമില്ലാതായി പോയി. അദ്ദേഹം വരാൻ വൈകി, അതുകൊണ്ട് ഒരു 24 മണിക്കൂർ വൈകി. ആദ്യ ലിസ്റ്റിൽ തന്നെ 55 പേരെ പ്രഖ്യാപിച്ചു. രണ്ടാമത്തെ ലിസ്റ്റ് ഇന്ന് വെളുപ്പിലാണ് പൂർത്തിയാക്കിയത്, അത് ഇന്ന് പ്രഖ്യാപിക്കും. 140 സീറ്റുകൾ UDFിൽ ഭംഗിയായിട്ട് ഒരു അവസരം പോലും ഇല്ലാതെ സീറ്റ് വിഭജനം നടത്തി. കോൺഗ്രസ് ഇത്ര വേഗത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച ചരിത്രമില്ല കേരളത്തിൽ. ഈ സിറ്റിംഗ് സീറ്റ് ആയിരുന്നല്ലോ പെരുമ്പാവൂരൊക്കെ, പക്ഷെ അവിടെയും ഇപ്പോഴും സ്ഥാനാർത്ഥി പ്രഖ്യാപനം. അതായിക്കോട്ടെ തന്നെ, അതിന് 3 ദിവസമല്ലേ ആയുള്ളൂ. 3ാമത്തെ ദിവസമല്ലേ ഇന്ന് പ്രഖ്യാപിച്ചിട്ട്. അത് പ്രഖ്യാപിക്കും, അത് വരട്ടെ. അത് ഈ ചാനലുകളിലെ വാർത്തകളിൽ ആണ് എല്ലാം. ഓരോരുത്തരും ഓരോ വാർത്ത ഉണ്ടാക്കിയിട്ട് ഓരോ പ്രചരണം നടത്തുകയാണ്. അവിടെ ഡൽഹിയിൽ ഇത് ഞങ്ങളൊരു ദേശീയ പാർട്ടിയാണ്, ഞങ്ങളിത് പ്രഖ്യാപിക്കുന്നത്. അവിടെ ആസാമിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്, തമിഴ്നാട്ടിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്, പോണ്ടിച്ചേരിയിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. അതെല്ലാം എല്ലാം ഒരേ കമ്മിറ്റിയാണ് ഇരിക്കുന്നത്. സ്ക്രീനിങ് സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി, കോൺഗ്രസ് പ്രസിഡന്റും പ്രതിപക്ഷ നേതാവായിരിക്കുന്ന കമ്മിറ്റിയാണ്. അവരത് പൂർത്തിയാക്കണ്ടേ നടപടിക്രമങ്ങൾ? അതിനുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഈ കൊച്ചി മണ്ഡലത്തിലെ ദീപ്തി അവരുടെ പേരിലൊക്കെ പോസ്റ്റർ അച്ചടിക്കുന്നതായിട്ടുള്ള ഒരു സാഹചര്യം. അവിടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതെ പോസ്റ്റർ അടിക്കാമോ? എൻ്റെ പോസ്റ്റർ പോലും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ട് അടിച്ചത്. ഏതായാലും വലിയൊരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് പ്രതിപക്ഷ നേതാവുള്ളത്. ഏതായാലും അദ്ദേഹത്തിന്റെ പ്രചരണ പരിപാടികൾ ഇപ്പോൾ പറവൂരിലൂടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജേഷ്. യെസ്, പറവൂരിൽ UDF സ്ഥാനാർത്ഥി VD സതീശൻ്റെ റോഡ് ഷോ നടക്കുകയാണ്. നമ്മുടെ പ്രതിനിധി കിരൺകുമാറാണ് ഒപ്പം ചേർന്ന് തെരഞ്ഞെടുപ്പിൻ്റെ ആവേശം പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. എന്തായാലും വിവാദങ്ങൾക്കൊന്നും മറുപടി പറയാതെ VD സതീശൻ ഒഴിഞ്ഞു മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. മറ്റു വാർത്തകൾ നോക്കാം. കണ്ണൂർ സീറ്റിൽ അനിശ്ചിതത്വം നീളുന്നു. കെ സുധാകരനെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ DCCയിൽ ഭിന്നസ്വരമാണ്. കണ്ണൂർ മണ്ഡലം കമ്മിറ്റിയാണ് വിയോജിപ്പ് ശക്തമാക്കിയത്. തീരുമാനങ്ങൾ ഏകപക്ഷീയമെന്ന് ഒരു വിഭാഗം വാദിച്ചു. ഒപ്പം നേതാക്കൾ തമ്മിൽ രൂക്ഷമായ വാക്പോരുമുണ്ടായി. സുധാകരനായി ശക്തിയായി വാദിച്ച് KS ബ്രിഗേഡ് എന്ന വിഭാഗവും രംഗത്ത് വരുന്നു. CPM വിമതരെ പിന്തുണയ്ക്കുവാനുള്ള നീക്കത്തിനെതിരെയും രൂക്ഷ വിമർശനം ഉയർന്നു. ഇന്നലെ വരെ ആക്രമിക്കാൻ തുനിഞ്ഞവരെ ഇന്ന് അംഗീകരിക്കാൻ മനസ്സില്ലെന്ന് DCC യോഗത്തിൽ ഒരു വിഭാഗം നേതാക്കൾ അഭിപ്രായപ്പെട്ടു. നമ്മളല്ല ഇവിടുത്തെ സാധാ പ്രവർത്തകരുടെ പറയുന്നത് നമുക്ക് അത്രയും പ്രയാസമുണ്ട്. DCCക്ക് പറയാം സുധാകരൻ തന്നെ വരണം. അതെന്തുകൊണ്ട് പറഞ്ഞുകൂടാ? മുഴുവൻ സീറ്റുകളിലും ഇന്ന് തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്ന് നേരത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. കേഡർ പാർട്ടിയായ CPMന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്രയും കലാപങ്ങൾ ഉണ്ടാകുന്നത്. കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ്, അതുകൊണ്ട് തന്നെ എതിർപ്പുകൾ ഉണ്ടാവുക സ്വാഭാവികമെന്നും അദ്ദേഹം കൊച്ചിയിൽ പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ 55 മണ്ഡലങ്ങൾ ഇറങ്ങി. കോൺഗ്രസ് മത്സരിക്കുന്നത് 95 മണ്ഡലങ്ങളിലാണ്. ആ 95 മണ്ഡലങ്ങളിലും തീരുമാനം ഇന്നുണ്ടാവും. UDFന്റെ എല്ലാ ഘടകകക്ഷികളുടെയും തീരുമാനം ഉണ്ടാവും. 140 സീറ്റും UDFന്റെ ഇന്ന് തീരുമാനമുണ്ട്. അല്ല, അത് അനൗൺസ് ചെയ്യും പറയാം. അല്ല, അതൊക്കെ അനൗൺസ് ചെയ്യും പറയാം. ഞാൻ അതിൻ്റെ അകത്ത് കോൺഗ്രസ് സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിയുടെ കയ്യിലിരിക്കുന്ന ഡോക്യുമെന്റ് അത് കോൺഗ്രസ് പ്രസിഡന്റിന്റെ കയ്യിലേക്ക് അദ്ദേഹം സൈൻ ചെയ്ത് കഴിഞ്ഞാൽ, അദ്ദേഹം 2 മണി വരെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹം സൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് അപ്പം തന്നെ
അത് പ്രഖ്യാപിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ട് BJP ആറന്മുളയിൽ കുമ്മനം രാജശേഖരനും നാട്ടികയിൽ CPI വിട്ട CC മുകുന്ദനും ഉൾപ്പെടെ 39 പേരുടെ പട്ടികയാണ് പ്രഖ്യാപിച്ചത്. കണ്ണൂർ, തിരുവനന്തപുരം സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ ഇനിയും പ്രഖ്യാപിച്ചിട്ടില്ല. രണ്ടാം ഘട്ടത്തിൽ 39 സ്ഥാനാർത്ഥികളുടെ പേരുകളാണ് BJP കേന്ദ്ര നേതൃത്വം പ്രഖ്യാപിച്ചത്. മുതിർന്ന നേതാവും മിസോറാം മുൻ ഗവർണറുമായ കുമ്മനം രാജശേഖരൻ ആറന്മുളയിൽ മത്സരിക്കും. മന്ത്രി വീണ ജോർജും കോൺഗ്രസിൽ അബിൻ വർക്കിയെയും പരിഗണിക്കുന്ന മണ്ഡലത്തിൽ ശക്തമായ ത്രികോണ മത്സരത്തിനാകും വേദിയാവുക. കൊടുങ്ങല്ലൂരിൽ പരിഗണിച്ച B ഗോപാലകൃഷ്ണനെ ഗുരുവായൂരിലാണ് സ്ഥാനാർത്ഥിയാക്കിയത്. നാട്ടികയിൽ CPIയിൽ നിന്നുമെത്തിയ സിറ്റിംഗ് MLA CC മുകുന്ദനാണ് സ്ഥാനാർത്ഥി. മുഖ്യമന്ത്രി പിണറായി വിജയൻ മത്സരിക്കുന്ന ധർമ്മടത്ത് K രഞ്ജിത്തും, കുണ്ടറയിൽ ബിഗ് ബോസ് താരം റോബിൻ രാധാകൃഷ്ണനും, കൊല്ലത്ത് ഡോക്ടർ പ്രതാപും, തൃത്താലയിൽ V ഉണ്ണികൃഷ്ണനും ജനവിധി തേടും. അതേസമയം കണ്ണൂർ, തിരുവനന്തപുരം സീറ്റുകളിൽ രണ്ടാം ഘട്ടത്തിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല. അതിനിടെ ഒരു പിടി നേതാക്കൾ ഇന്നും NDAയുടെ ഭാഗമായി. എന്തു കസർത്ത് കാട്ടിയാലും LDFന് തുടർഭരണം കിട്ടില്ലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഈ ഒരു വികസിത കേരളം വളരും എന്ന ഒരു ഉറപ്പും ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാടും ഞങ്ങളുടെ ഒരു മുദ്രാവാക്യം, അതിൻ്റെ ഭാഗമായി രാഷ്ട്രീയക്കാർ മാത്രമല്ല കേരളത്തിലെ എല്ലാ സ്ഥലത്തു നിന്നും ജനങ്ങൾ ഞങ്ങളൊപ്പം ഉണ്ട് എന്ന് ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട്. തെരഞ്ഞെടുപ്പിൽ വിവാദ രാഷ്ട്രീയമല്ല, വികസന രാഷ്ട്രീയം ചർച്ച ചെയ്യണമെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ ആവശ്യപ്പെട്ടു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ജിബി പാത്തിക്കൽ പെരുമ്പാവൂർ NDA സ്ഥാനാർത്ഥിയാവും. നേരത്തെ നിശ്ചയിച്ചിരുന്ന ചലച്ചിത്ര താരം ലക്ഷ്മിപ്രിയയ്ക്ക് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് പകരം സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചത്. പെരുമ്പാവൂർ അലപ്ര സ്വദേശിയും യാക്കോബായ സിറിയൻ ഓർത്തഡോക്സ് സഭ മാനേജിംഗ് കമ്മിറ്റി അംഗവുമാണ് ജിബി പാത്തിക്കൽ. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ പൊതുപ്രവർത്തന രംഗത്ത് സജീവമായ ജിബി ട്രാവൽ ആൻഡ് ടൂറിസം രംഗത്ത് UK, ബഹ്റിൻ, UAE എന്നീ രാജ്യങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. കോൺഗ്രസ് പാർട്ടിയുടെ മണ്ഡലം വൈസ് പ്രസിഡന്റ്, യാക്കോബായ യൂത്ത് അസോസിയേഷൻ പെരുമ്പാവൂർ മേഖല സെക്രട്ടറി തുടങ്ങിയ നിലയിലും പ്രവർത്തിച്ചിട്ടുണ്ട്. പെരുമ്പാവൂരിന് പിന്നാലെ ഏറ്റുമാനൂരിലെ NDA സ്ഥാനാർത്ഥിയും മാറും. 2020 സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ച വീണ നായർക്ക് വോട്ടില്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണിത്. BJP പ്രതീക്ഷ വയ്ക്കുന്ന തൃപ്പൂണിത്തുറയിൽ ഉൾപ്പെടെ ചലച്ചിത്ര താരങ്ങൾക്ക് 2020 സീറ്റ് നൽകിയത് BJP പ്രവർത്തകരെ ഞെട്ടിച്ചിരുന്നു. ഒടുവിൽ മുഖ്യമന്ത്രിയെ തള്ളിപ്പറഞ്ഞ G സുധാകരൻ മുഖ്യമന്ത്രിയുടെ മൂന്നാം ഊഴം എന്ന ശ്രമം വിഫലമാകുമെന്ന് ഫേസ്ബുക്കിൽ കുറിപ്പ്. UDF പിന്തുണ അംഗീകരിച്ച് സുധാകരൻ രംഗത്ത് വന്നിരുന്നു. കോൺഗ്രസ് പിന്തുണ ചരിത്രത്തിലെ രജത രേഖയായി സ്ഥാനം പിടിക്കുമെന്നും UDFൻ്റേത് ബുദ്ധിപൂർവമായ നിലപാടെന്നും FB പോസ്റ്റിൽ പറയുന്നു. കോൺഗ്രസ് പ്രവർത്തകർ മണ്ഡലത്തിൽ തനിക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നു, അവരോട് നന്ദി രേഖപ്പെടുത്തുന്നു. LDF നേതൃത്വം നിരന്തരം അപവാദ പ്രചരണം നടത്തുന്നു എന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. UDFനെ പ്രശംസിച്ചും ഇടതുപക്ഷത്തെ വിമർശിച്ചുമാണ് സുധാകരൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. തൃശ്ശൂർ ജില്ലയിലെ ആദ്യ നാമനിർദ്ദേശ പത്രിക മണലൂർ നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി TN പ്രതാപൻ സമർപ്പിച്ചു. ഉച്ചയ്ക്ക് 12 മണിയോടെ അയ്യന്തോൾ സിവിൽ സ്റ്റേഷനിലെത്തിയ പ്രതാപൻ മണലൂർ നിയോജക മണ്ഡലത്തിലെ ഭരണാധികാരിയും തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടറുമായ S ശ്യാമലക്ഷ്മിക്ക് മുൻപാകെയാണ് 4 സെറ്റ് പത്രിക സമർപ്പിച്ചത്. ാരുടെയും സാന്നിധ്യത്തിൽ കലക്ട്രേറ്റിൽ നോമിനേഷൻ കൊടുത്ത് കലക്ട്രേറ്റിൻ്റെ പടിയിറങ്ങി പുറത്തേക്ക് വരുന്നത്. അവിടെ നിന്നും സന്തോഷകരമായ നോമിനേഷൻ കൊടുത്ത് വരുമ്പോൾ അതിനേക്കാൾ സന്തോഷവും സംതൃപ്തിയും വൈകാരികതയും ഉണ്ടാകിയതാണ് എൻ്റെ ഒരു മൂത്ത പെങ്ങളെ പോലെ ഞാൻ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന വെങ്കടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രേസി ചേച്ചി. അവരുടെ കയ്യിലണിഞ്ഞ 1.25 പവൻ തൂക്കമുള്ള സ്വർണ്ണവള തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ ചെലവിലേക്ക് വേണ്ടി എനിക്ക് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റിൻ്റെ സാന്നിധ്യത്തിൽ അയോധ്യയിൽ രാമജന്മഭൂമിയിൽ ശ്രീരാമക്ഷേത്രത്തിൻ്റെ പൂർണ്ണതയുടെ പ്രതീകമായി ശ്രീരാമ യന്ത്രപ്രതിഷ്ഠ നടന്നു. ചൈത്ര നവരാത്രിയുടെ പുണ്യദിനത്തിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവും സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയും വിശിഷ്ട അതിഥികളായി പങ്കെടുത്തു. പ്രത്യേക പൂജകൾക്ക് ശേഷമാണ് ക്ഷേത്രത്തിൻ്റെ 2ാം നിലയിൽ ശ്രീരാമയന്ത്രം പ്രതിഷ്ഠിച്ചത്. 500 വർഷത്തിലധികം നീണ്ട കാത്തിരിപ്പിനൊടുവിൽ അയോധ്യയിൽ ശ്രീരാമ ജന്മഭൂമിയിലുയർന്ന രാമക്ഷേത്രത്തിന്റെ പൂർണ്ണതയുടെ പ്രതീകമായാണ് രാമരക്ഷായന്ത്ര പ്രതിഷ്ഠാ മഹോത്സവം നടന്നത്. കാശിയിലെ ആചാര്യൻ ഗണേശ്വർ ശാസ്ത്രി ദ്രാവിഡിന്റെ നേതൃത്വത്തിൽ 51 ആചാര്യന്മാർ പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രത്തിന്റെ 2ാം നിലയിലെ പ്രതിഷ്ഠാ ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു, സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു.
ധർമ്മസ്ഥല ക്ഷേത്രാധികാരി വീരേന്ദ്ര ഹെഗ്ഡെ, UP ഗവർണർ ആനന്ദിബെൻ പട്ടേൽ, മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, മുതിർന്ന RSS നേതാവ് സുരേഷ് ഭയ്യാജി ജോഷി എന്നിവരും പങ്കെടുത്തു. അമ്മയുടെ സാന്നിധ്യത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു രാമയന്ത്രത്തിനു മുൻപിൽ ആരതിയും പൂജയും നടത്തി. പ്രതിഷ്ഠാ ചടങ്ങിന് ശേഷം രാഷ്ട്രപതി ക്ഷേത്രത്തിലെ 1-ാം നിലയിലെ രാം ദർബാറിലും ഗർഭഗൃഹത്തിൽ രാംലല്ലയ്ക്ക് മുൻപിലും ആരതിയിലും പൂജയിലും പങ്കെടുത്തു. രാമരക്ഷായന്ത്രം കേവലം ചിഹ്നമല്ലെന്നും അത് അഗാധമായ അറിവിന്റെയും തത്വത്തിന്റെയും പ്രതീകമാണെന്നും ചടങ്ങുകൾക്ക് മുൻപ് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി പറഞ്ഞിരുന്നു. മഹത്തായ ഭാരത സംസ്കാരത്തിന്റെ ഒളിമങ്ങാത്ത ഋഷീശ്വരന്മാരുടെയും പൂർണ്ണതയാണ് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ. രാമൻ ധർമ്മത്തിൻ്റെ പര്യായമാണ്. അതുപോലെ തന്നെ സ്വഭാവശുദ്ധ മൂർത്തിയാണ്. ലോകജീവിതത്തിൽ പുലർത്തേണ്ട കുലമഹിമയുടെയും മര്യാദയുടെയും അതുല്യമായ മാതൃകയാണ് അവിടുന്ന്. വിധി അതുപോലെ തന്നെ സ്വീകരിക്കലെ രാമനും കൃഷ്ണനും ചെയ്ത് ജീവിതത്തിൽ ഓരോ സാഹചര്യത്തിലും ധർമ്മം അനുസരിച്ച് പ്രയത്നിച്ച് പുരുഷപ്രയത്നത്തിൻ്റെ മഹത്വം അവർ കാട്ടിത്തന്നു എന്നുള്ളതാണ്. 2020 ഓഗസ്റ്റിലാണ് ശ്രീരാമ ജന്മഭൂമിയിൽ ക്ഷേത്ര നിർമ്മാണത്തിനായി ഭൂമി പൂജ നടത്തിയത്. പിന്നീട് 2024 പ്രാണപ്രതിഷ്ഠയിലും ധർമ്മധ്വജാരോഹണത്തിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തിരുന്നു. ഏറ്റവും ഒടുവിൽ ക്ഷേത്രം പൂർണ്ണതയിലെത്തുന്ന രാമയന്ത്ര പ്രതിഷ്ഠാ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ പ്രത്യേക ക്ഷണപ്രകാരം 1200ഓളം ഭക്തന്മാർക്കൊപ്പമാണ് അമ്മ രാമജന്മഭൂമിയിലെത്തിയത്. ശ്രീരാമ ജന്മഭൂമിയിൽ രാമരക്ഷയന്ത്ര പ്രതിഷ്ഠാ മഹോത്സവത്തിന് കൊടിയിറങ്ങി. ചൈത്ര നവരാത്രിയുടെ ശുഭമുഹൂർത്തത്തിൽ അമ്മയുൾപ്പെടെയുള്ള ആത്മീയ നേതൃനിരയുടെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങുകൾ. അയോധ്യയിൽ നിന്നും വിനോദ് കരുവാറ്റയ്ക്കൊപ്പം ജിഷ്ണു കൃഷ്ണൻ, അമൃത ന്യൂസ്. ആധുനിക ലോകത്ത് ഭാരതം രാമരാജ ദർശനങ്ങളോടെ തിളങ്ങി നിൽക്കുമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. അയോധ്യയിൽ ശ്രീരാമയന്ത്ര പ്രതിഷ്ഠാ ചടങ്ങിന് ശേഷം പൊതുപരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി. സനാതനധർമ്മത്തിൻ്റെ പുത്തൻ സൂര്യോദയമാണ് അയോധ്യയിലെ രാമക്ഷേത്രമെന്നും രാജ്യമാണ് പ്രധാനമെന്നാണ് ആശ്രമത്തിലെ കുട്ടികളെ പഠിപ്പിക്കുന്നതെന്നും സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി പറഞ്ഞു. രാമക്ഷേത്ര നിർമ്മാണത്തിൻ്റെ ഭാഗമായ തൊഴിലാളികളെ ചടങ്ങിൽ ആദരിച്ചു. ജന്മഭൂമി സ്വർഗത്തേക്കാൾ മഹത്തരമെന്ന ദർശനമാണ് ശ്രീരാമൻ നൽകിയതെന്ന് രാമജന്മഭൂമിയിൽ ക്ഷേത്രത്തിലെ രാമയന്ത്ര പ്രതിഷ്ഠാ ചടങ്ങിന് ശേഷമുള്ള പൊതുപരിപാടിയിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു പറഞ്ഞു. വനവാസത്തിന് ശേഷം ശ്രീരാമൻ അയോധ്യയിലേക്ക് മടങ്ങുന്നതിൻ്റെ രേഖാചിത്രം ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയതും രാഷ്ട്രപതി ചൂണ്ടിക്കാട്ടി. രാമക്ഷേത്രത്തിൻ്റെ ഭൂമിപൂജ മുതൽ രാമയന്ത്ര പ്രതിഷ്ഠ വരെയുള്ള ചടങ്ങുകൾ ഇതിഹാസമാണെന്നും ആധുനിക ലോകത്ത് ഭാരതം രാമരാജ്യ ദർശനങ്ങളോടെ തിളങ്ങി നിൽക്കുമെന്നും രാഷ്ട്രപതി പറഞ്ഞു. സ്വയം പ്രഭു ശ്രീരാം ने अपनी इस जन्मभूमि को स्वर्ग से भी श्रेष्ठ बताया था. जननी जन्मभूमिश्च स्वर्गादपि गरीयसी. ചടങ്ങിൽ സംസാരിക്കാൻ എഴുന്നേറ്റ സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയെ ജയ് ശ്രീറാം വിളികളോടെയാണ് സദസ്സ് വരവേറ്റത്. സനാതനധർമ്മത്തിൻ്റെ പുത്തൻ സൂര്യോദയമാണ് അയോധ്യയിലെ രാമക്ഷേത്രമെന്ന് അമ്മ പറഞ്ഞു. എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന മഹത്തായ ദർശനമാണ് ഭാരതത്തിൻ്റെ സംസ്കാരം. രാജ്യമാണ് പ്രധാനമെന്ന് ആശ്രമത്തിലെ കുട്ടികൾക്ക് പറഞ്ഞു നൽകുന്നതായും ഭാരതത്തിൻ്റെ സാംസ്കാരിക മൂല്യങ്ങൾ പുതിയ തലമുറയുടെ മനസ്സിലും വളർത്തിയെടുക്കണമെന്നും അമ്മ പറഞ്ഞു. സനാതനധർമ്മത്തിൻ്റെ ഒരു പുത്തൻ സൂര്യോദയത്തിൻ്റെ പ്രതീകമാണ് ഈ അയോധ്യയിലെ മഹാക്ഷേത്രം എന്ന് പറയും. സാധാരണ നമ്മൾ മഹാക്ഷേത്രം നൂറ്റാണ്ടുകളുടെ പ്രാർത്ഥന കൊണ്ടും ത്യാഗപൂർണമായ പ്രയത്നം കൊണ്ടും വർഷക്കരിച്ചാണ് ഈ ക്ഷേത്രം. അപ്പം ഈ മഹായജ്ഞത്തിൽ പങ്കെടുത്ത നിസ്വാർത്ഥമായി സേവിച്ചവരെയും ജീവിതം സമർപ്പിച്ച് ബലിയർപ്പിച്ചവരെയും ത്യാഗപൂർവ്വം സേവനം അനുഷ്ഠിച്ചവരെയും ആദരപൂർവ്വം സ്മരിക്കാനുള്ള അവസരം കൂടിയാണ് ഇത്.
പുതുതലമുറയെക്കുറിച്ചുള്ള അമ്മയുടെ വാക്കുകൾ എടുത്തു പറഞ്ഞ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇത് പുതിയ ഭാരതമാണെന്നും രാമരാജ്യത്തിൻ്റെ അടിസ്ഥാന ശിലയാണ് അയോധ്യ ക്ഷേത്രമെന്നും വ്യക്തമാക്കി. ഭാരതത്തിൻ്റെ വിശ്വാസങ്ങളെ നേരത്തെ അന്ധവിശ്വാസങ്ങളായി ആരോപിച്ച് അപമാനിച്ചിരുന്നു. നീണ്ട 500 വർഷത്തെ പോരാട്ടം സഫലമായെന്നും ഇന്ന് ഭാരതീയ സംസ്കൃതി തലയുയർത്തി നിൽക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. बहनों और भाइयों, ये नया भारत है और ये बदलता हुआ भारत भी है. अब वर्तमान पीढ़ी जिसके बारे में लोग कहते थे कि ये दिग्भ्रमित है, लेकिन वो दिग्भ्रमित नहीं है, वो सही दिशा में जा रहा है. नया वर्ष मनाता है तो मंदिरों में जाता है, किसी ऐसे टूरिस्ट डेस्टिनेशन में नहीं जाता जहां पर सनातनता के विरोध में कोई कार्य हो रहा हो. आज वो जाता है तो मंदिरों में जाता है, परिवार के साथ जाता है, और यही उसके संस्कार हैं. यहां पर अभी पूजनीय अम्मा जी ने जो बात यहां पर कही है वह अक्षरशः आज नए भारत में देखने को मिल रही है. ഗവർണർ ആനന്ദിബെൻ പട്ടേൽ, സുരേഷ് ഭയ്യാജി ജോഷി, സ്വാമി ഗോവിന്ദദേവ്ഗിരി മഹാരാജ് തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു. രാമക്ഷേത്ര നിർമ്മാണത്തിന്റെ ഭാഗമായിരുന്ന തൊഴിലാളികളും അമ്മയ്ക്കൊപ്പം കേരളത്തിൽ നിന്നെത്തിയ ഭക്തരും സന്യാസി ശ്രേഷ്ഠരും വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും ഉൾപ്പെടെ നിരവധി പേർ പരിപാടിയുടെ ഭാഗമായി. അമൃത ന്യൂസ്, അയോധ്യ. മറ്റു വാർത്തകളിലേക്ക്. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ തകർന്ന ഓഹരി വിപണി 2 വർഷത്തിനിടയിലുള്ള ഏറ്റവും വലിയ തകർച്ചയ്ക്കാണ് ഇന്ന് വിപണി സാക്ഷ്യം വഹിച്ചത്. 3 ദിവസത്തെ തുടർച്ചയായ മുന്നേറ്റത്തിന് വിരാമമിട്ട് പ്രധാന സൂചികകളെല്ലാം 3% തകർച്ച രേഖപ്പെടുത്തി. സെൻസെക്സ് 2497 പോയിന്റ് ഇടിഞ്ഞ് 74,207 എന്ന നിലയിലെത്തി. നിഫ്റ്റി 776 പോയിന്റ് താഴ്ന്ന് 23,002 എന്ന നിലവാരത്തിലേക്ക് ഇടിഞ്ഞു. മിഡ് ക്യാപ് സൂചികയിൽ ഏകദേശം 1800 പോയിന്റിൻ്റെ ഇടിവുണ്ടായി. വിപണിയിലെ അനിശ്ചിതത്വത്തിൻ്റെ സൂചികയായ VIX 21% ഉയർന്നു. എല്ലാ മേഖലകളിലും വ്യാപകമായി വിൽപ്പന സമ്മർദ്ദം പ്രകടമായി. ആഗോള സൂചികകളും കനത്ത നഷ്ടത്തിലാണ്. വാൾസ്ട്രീറ്റ്, S&P, നാസ്ഡാക്ക്, ഡൗ ജോൺസ് എന്നിവ താഴ്ന്നു. ഏഷ്യൻ വിപണികളിലും തകർച്ചയിലാണ്. ക്രൂഡ് ഓയിൽ വില ബാരലിന് $110 മുകളിലെത്തി. അതേസമയം സ്വർണ്ണ വിലയിലും ഇടിവുണ്ടായി. രാജ്യാന്തര വിപണിയുടെ ചുവട് പിടിച്ച കേരളത്തിലും ഇന്ന് നേരിട്ടത് കനത്ത തകർച്ചയാണ്. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടുമായി പവന് 5240 രൂപ ഇടിഞ്ഞ് വില 1,10,200 രൂപയിലെത്തി. ഗ്രാമിന് 3 തവണയായി 655 രൂപ കുറഞ്ഞ് വില 13,755 രൂപയുമായി. കഴിഞ്ഞ 1.5 മാസത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന വിലയാണ് ഇത്. ഡോക്ടർ വന്ദന ദാസ് വധക്കേസിൽ വിധി ശനിയാഴ്ചയുണ്ടാകും. കുറ്റം ചെയ്തത് മനഃപൂർവ്വമായിരുന്നില്ല എന്നും പ്രായശ്ചിത്തം ചെയ്യാൻ തയ്യാറെന്നും പ്രതി സന്ദീപ് പ്രതികരിച്ചു. പരമാവധി ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. എന്നാൽ പ്രതിയുടെ ആക്രമണം കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ ആയിരുന്നില്ല എന്നും സമനില തെറ്റിയുള്ള ആക്രമണമായിരുന്നു എന്നുമായിരുന്നു പ്രതിഭാഗത്തിൻ്റെ വാദം. ശിക്ഷ സംബന്ധിച്ച് ഇരുഭാഗത്തിൻ്റെയും വാദം കേട്ട കോടതി വിധി പറയാൻ കേസ് 21ലേക്ക് മാറ്റി. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതികളായ പങ്കജ് ഭണ്ഡാരിക്കും ഗോവർദ്ധനും കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചു. അറസ്റ്റിലായി 90 ദിവസമായിട്ടും പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിൽ സ്വാഭാവിക ജാമ്യമാണ് പ്രതികൾക്ക് ലഭിച്ചത്. ഇതോടെ സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതികളായ 10 പേർ ജാമ്യം നേടിയിട്ടുണ്ട്. തിരൂരിൽ തന്നെ മത്സരിക്കണമെന്ന് സ്ഥിരീകരിച്ച മന്ത്രി വി അബ്ദുറഹിമാൻ, ജന്മനാട്ടിൽ മത്സരിക്കാൻ എല്ലാവർക്കും താല്പര്യമുണ്ടാകുമല്ലോ എന്നും പെരുന്നാളിന് ശേഷം പ്രചരണത്തിനിറങ്ങുമെന്നും അബ്ദുറഹിമാൻ പറഞ്ഞു. തിരൂർ വികസനത്തിൽ പിന്നോട്ടാണെന്നും ഇത്തവണ തിരൂരിൽ മാറ്റമുണ്ടാകുമെന്നും അബ്ദുറഹിമാൻ പ്രതികരിച്ചു. നാളെ കഴിഞ്ഞ പെരുന്നാളല്ലേ, നമ്മൾ പെരുന്നാൾ ആഘോഷിക്കും. പെരുന്നാൾ കഴിഞ്ഞിട്ട് താനൂർ ഇറങ്ങുമോ? അല്ല, പെരുന്നാൾ ആഘോഷിക്കല്ലേ. എല്ലാവർക്കും സ്വന്തം നാട്ടില് നിൽക്കും. പെരുന്നാളായാലും നോമ്പ് കഴിഞ്ഞാൽ നമ്മളെ പ്രകടനം തുടങ്ങും. ഇപ്പൊ നാളെ മുതലാണെങ്കിൽ നാളെ മുതൽ തുടങ്ങും. എല്ലാവർക്കും സ്വന്തം നാട്ടിലൊന്നും മത്സരിക്കാൻ ആഗ്രഹം ഉണ്ടാവില്ല. നോക്കൂ, തിരൂരിന്റെ ഞങ്ങളെ നാട് വർഷങ്ങളായി പിന്നോക്കാണ്. നിരവധി MLA വന്നു, നിരവധി മന്ത്രിസഭകൾ വന്നു. ഇന്നേ വരെ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് വികസനം. നമ്മളെ മലപ്പുറം ജില്ല എല്ലാ മണ്ഡലങ്ങളും നല്ല രീതിയിൽ വികസിച്ചു. പക്ഷെ തിരൂരിന്റെ പിന്നോട്ടാണ് പോയിട്ട്. അത് ആ പ്രദേശത്തെ ആളുകൾ എന്നുള്ള അതിന് മാറ്റുക എന്നുള്ള ഒരു ദൗത്യം ഞങ്ങൾ ഈ തവണയും ഈ ഗവൺമെന്റ് വന്നിട്ടും കുറെ പണം അവിടെ ചെലവഴിച്ചു. വേണ്ട വിധത്തിൽ ചെലവഴിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സ്ഥാനാർത്ഥി നിർണയത്തിൽ മുസ്ലിം ലീഗ് യൂത്ത് ലീഗിനെ മുമ്പെങ്ങുമില്ലാത്ത വിധമാണ് പരിഗണിച്ചതെന്ന് PK ഫിറോസ്. കൊടുവള്ളിയിൽ മികച്ച വിജയം നേടാനാകുമെന്നാണ് പ്രതീക്ഷ എന്നും PK ഫിറോസ്
അമൃത ന്യൂസിനോട് പറഞ്ഞു. ലീഗ് യൂത്ത് ലീഗിൽ അവർ അർപ്പിച്ച വിശ്വാസം കാക്കുമെന്നും പി കെ ഫിറോസ് കൂട്ടിച്ചേർത്തു. കൊടുവള്ളി നിയമസഭാ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന പി കെ ഫിറോസാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ഫിറോസ്, കൊടുവള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ UDFൻ്റെ ഒരു ഉറച്ച മണ്ഡലം എന്നുള്ളതാണ് ആളുകൾക്ക് കേൾക്കുന്ന സമയത്ത് തന്നെ. കൊടുവള്ളിയിലേക്ക് വരുന്ന സമയത്ത് എന്താണ് തോന്നുന്നത്? അല്ല, വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞൊരു കാര്യം, എൻ്റെ ഒരു നാട് തന്നെയാണ്, ഞാൻ പഠിച്ചു വളർന്നൊരു പ്രദേശമാണ്. ആ പ്രദേശത്തൊരു ജനപ്രതിനിധിയാവാൻ അവസരം കിട്ടുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് പാർട്ടിയുടെ ഒരുപാട് മുതിർന്ന നേതാക്കന്മാർ, വളരെ പ്രഗത്ഭരായിട്ടുള്ള നേതാക്കന്മാർ ജനപ്രതിയായിട്ടുള്ള ഒരു മണ്ഡലം കൂടിയാണ്. അഹമ്മദ് സാഹിബ് മുതൽ ഏറ്റവും ഒടുവിൽ ഡോക്ടർ MK മുനീർ വരെയുള്ള ഒരു നിര പരിശോധിച്ചാൽ വളരെ പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ. അപ്പോൾ അവരുടെ ഒരു പിന്മുറക്കാരൻ എന്ന രീതിയിലൊരു യുവ ജനപ്രതിനിധിയായി പാർട്ടി മത്സരിക്കാൻ അവസരം നൽകുക എന്ന് പറയുന്നത് വ്യക്തിപരമായി വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണ്. പിന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യം, ഒരു ഇൻക്ലൂസീവായ ഡെവലപ്മെൻറ്റ് ഓരോ പ്രദേശത്തും കൊണ്ടുവരണമെന്നാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ അത്തരം ഒരു മാറ്റം കൊണ്ടുവരാൻ നേതൃപരമായ പങ്ക് വഹിക്കാൻ സാധിക്കും എന്ന ഒരു ആത്മവിശ്വാസം, അതും എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷം പകരുന്ന കാര്യമാണ്. കൊടുവള്ളിയിലെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഗതാഗതക്കുരുക്കാണ്. ഈ ഗതാഗതക്കുരുക്കുമായി ബന്ധപ്പെട്ടാണ് പ്രതിപക്ഷമാണെങ്കിലും ഇപ്പോൾ കൊടുവള്ളിയിലെ പ്രതിപക്ഷമാണെങ്കിലും ഒക്കെ തന്നെ വലിയ ആക്ഷേപമൊക്കെ ഉന്നയിക്കുന്നത്. എന്താണ്? അതായത് നമ്മുടെ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത, ഇപ്പോൾ മറ്റ് രാജ്യങ്ങളെ പോലെ, ഇപ്പോൾ മറ്റ് വിദേശ രാജ്യങ്ങളിലൊക്കെ പോയാൽ കാണുന്ന ഒരു റോഡിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് കാണാൻ സാധിക്കില്ല. കാരണം മറ്റു പല സ്ഥലങ്ങളിലും ആദ്യം റോഡ് വന്നിട്ടാണ് പിന്നെ മനുഷ്യരവിടെ താമസിക്കാൻ ചെല്ലുന്നത്. നമ്മുടെ നാട്ടിലെ സ്ഥിതി, മനുഷ്യർ താമസിക്കുന്നിടത്തേക്ക് പിന്നീട് റോഡ് വരികയാണ്. ഇടവഴികൾ പിന്നീട് റോഡായി മാറി, പിന്നെ കുറച്ചുകൂടി വലുതായി, അങ്ങനെ മാറുന്നത് കൊണ്ട് തന്നെ ഗതാഗതക്കുരുക്ക് നമ്മളെ നിത്യ സംഭവമാണ്. പക്ഷേ അതിന് ശാശ്വതമായ പരിഹാരങ്ങൾ ഉണ്ടാവണം, ഫ്ലൈ ഓവറുകൾ ഉണ്ടാവണം. ഇപ്പോൾ പലയിടത്തും പറയാറുണ്ട് മെട്രോ വേണം, മോണോ റെയിൽ വേണം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ അതൊക്കെ പൊതുഗതാഗതം ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്, അത് തീർച്ചയായിട്ടും വേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ കേരളത്തിന് പുറത്ത്, ഇപ്പോൾ തമിഴ്നാട്ടിൽ പോയാൽ, ചെന്നൈയിൽ പോയാൽ, ബാംഗ്ലൂർ പോയാൽ എത്ര ഫ്ലൈ ഓവറുകളാണ് ഓരോ സിറ്റിയിലും നമ്മൾ കാണുന്നത്. പക്ഷേ നമ്മുടെ നാടുകളിൽ അത്തരം ഫ്ലൈ ഓവറുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ പരമാവധി ഫ്ലൈ ഓവറുകൾ കൊണ്ടുവന്ന്, ബൈപ്പാസുകൾ കൊണ്ടുവന്ന് നമ്മുടെ ഗതാഗതക്കുരുക്കിനൊരു പരിഹാരം ഉണ്ടാകാൻ കഴിയണം. ദേശീയപാത, അപ്പോൾ കൊടുവള്ളി ദേശീയപാതയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നൊരു പ്രദേശമാണ്. ഈ ദേശീയപാതയുടെ വികസനം എങ്ങും എത്തിയിട്ടില്ല. ആ ദേശീയപാതയുടെ വികസനം എങ്ങനെ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി എത്രയും പെട്ടെന്ന് സാധ്യമാക്കാൻ കഴിയും എന്നതിനെ സംബന്ധിച്ചുള്ള ആലോചന നടക്കണം. ഇങ്ങനെ ഒരു ഇൻക്ലൂസീവായ ഡെവലപ്മെൻറ്റ് നാട്ടിൽ നടപ്പിലാക്കണം എന്നതാണ് ആഗ്രഹിക്കുന്നത്, വിജയിച്ചു കഴിഞ്ഞാൽ. ഈ യൂത്ത് ലീഗിനെ മുമ്പെങ്ങും ഇല്ലാത്ത വിധം പരിഗണിക്കുന്ന ഒരു സാഹചര്യം കൂടെ ഈ ഒരു സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉൾപ്പെടെ ഉണ്ടായി. എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? വലിയ പ്രാതിനിധ്യമാണ്, ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന പ്രാതിനിധ്യമാണ് ഇത്തവണ യൂത്ത് ലീഗിന് ലഭിച്ചിട്ടുള്ള. 5 പേരാണ് മത്സരിക്കുന്നത്. ഏറ്റവും വലിയ സംഖ്യ ഞങ്ങൾക്ക് കിട്ടിയത് 3 പേരായിരുന്നു യുവജന പ്രാതിനിധ്യം കഴിഞ്ഞ തവണ. പക്ഷേ ഇത്തവണ 5 പേരുണ്ട്. ഇപ്പോൾ കൊണ്ടോട്ടിയിൽ TP അഷ്റഫ് അലി മത്സരിക്കുന്നു, ഫാത്തിമ തലിയ പേരാമ്പ്രയിൽ മത്സരിക്കുന്നു, കോഴിക്കോട് സൗത്തിൽ ഫൈസൽ ബാബു മത്സരിക്കുന്നു, ഞാൻ കൊടുവള്ളിയിൽ മത്സരിക്കുന്നു, അതുപോലെ PK നവാസ് താനൂരിൽ മത്സരിക്കുന്നു. 5 പേരെയാണ് പാർട്ടി പരിഗണിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷനിൽ പാർട്ടി യുവജന പരീക്ഷ നടത്തിയപ്പോൾ കിട്ടിയ ഒരു മികച്ച റിസൾട്ട്, അതായിരിക്കണം ഇത്തരം ഒരു പരിഗണനക്ക് കാരണമായത് എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും പാർട്ടി നൽകിയിട്ടുള്ള ആ പരിഗണന, ഞങ്ങളിൽ അർപ്പിച്ച വിശ്വാസം, അത് പൂർണ്ണമായും നിറവേറ്റാൻ കഴിയുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. എന്തായാലും കൊടുവള്ളിയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനാവട്ടെ, എല്ലാവിധ ആശംസകളും. കൊടുവള്ളിയിൽ മുൻപുണ്ടായിരുന്ന UDF MLA-മാരെല്ലാം തന്നെ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചവരാണ്. അതേ പാതയിൽ തന്നെ മുന്നോട്ട് പോകുമെന്നാണ് PK ഫിറോസ് പറയുന്നത്. ക്യാമറാമാൻ സജി തറയിലിനൊപ്പം MM രാഗേഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്. കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി മണ്ഡലത്തിൽ സിറ്റിംഗ് MLA CR മഹേഷ് തന്നെയാണ് ഇത്തവണ UDF സ്ഥാനാർത്ഥി. ജില്ലയിൽ UDFന് ഏറ്റവും കൂടുതൽ വിജയ സാധ്യത കൽപ്പിക്കുന്ന മണ്ഡലങ്ങളിലൊന്നായ കരുനാഗപ്പള്ളിയിൽ മഹേഷിൻ്റെ ജനപിന്തുണ തന്നെയാണ് പാർട്ടിക്ക് കരുത്താകുന്നത്. കഴിഞ്ഞ 5 വർഷമായി മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും ജനങ്ങളുമായുള്ള അടുത്ത ബന്ധവും നൽകുന്ന ആത്മവിശ്വാസത്തിലാണ് CR മഹേഷ് ഇത്തവണ വോട്ട് ചോദിക്കുന്നത്. കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിൽ നിന്നും UDFന് വേണ്ടി ഇത്തവണ ജനവിധി തേടുന്നത് സിറ്റിംഗ് MLA CR മഹേഷാണ്. നമുക്കറിയാം, ജില്ലയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് ഏറെ പ്രതീക്ഷയുള്ള ഒരു മണ്ഡലം കൂടിയാണ് ഈ കരുനാഗപ്പള്ളി എന്ന് പറയുന്നത്. കരുനാഗപ്പള്ളി മണ്ഡലത്തിൽ CR മഹേഷ് സിറ്റിംഗ് MLA ആയിരിക്കുമ്പോൾ ഇത്തവണ വീണ്ടും ജനവിധി തേടാൻ ഇറങ്ങുമ്പോൾ എന്തൊക്കെയാണ് CR മഹേഷിൻ്റെ പ്രതീക്ഷകൾ? നല്ല ആത്മവിശ്വാസമുണ്ട്. 5 വർഷം പരാജയപ്പെട്ടപ്പോഴും 5 വർഷം വിജയിച്ചപ്പോഴും ഞാൻ ജനങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. മത്സരത്തിനെ സംബന്ധിച്ച് എനിക്ക് യാതൊരു വിധത്തിലുള്ള ആശങ്കയും ഭയവുമില്ല. എനിക്ക് എൻ്റെ നാട്ടുകാരെ പൂർണ്ണ വിശ്വാസമാണ്. ഔപചാരികതയുടെ പേരിൽ MLA ആയ ആളുകൾ കാണുന്നുണ്ടെങ്കിലും അതിനപ്പുറത്ത് എന്നെ അവർ കാണുന്നത് ഒരു മകനായിട്ടാണ്, അണ്ണനായിട്ടാണ്, സഹോദരനായിട്ടാണ്, ജ്യേഷ്ഠനായിട്ടാണ്. സ്ഥാനാർത്ഥിക്ക് കൊല്ലം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയ അല്ലേ, കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം കിട്ടിയ ഒരു മണ്ഡലം കൂടിയായിരുന്നു അല്ലേ? ഭൂരിപക്ഷം നമ്മളെ ഭയപ്പെടുത്തുന്നതാണ്. കാരണം ആ ഭൂരിപക്ഷം തിരിച്ചു കൊടുക്കാൻ നമുക്ക് പരിമിതികളുണ്ട്. പിന്നെ നമ്മുടെ പെരുമാറ്റം കൊണ്ടും നമ്മളവരെ സ്നേഹിക്കുന്നത് കൊണ്ടും
അവരുടെ വീട്ടിൽ ഒരു ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളിലും ഓടിയെത്തുന്നത് എങ്ങനെ ഈ കടം വീട്ടു എന്നുള്ളതാണ്. എനിക്ക് പൂർണ്ണമായിട്ടും എനിക്ക് കിട്ടിയ ഭൂരിപക്ഷത്തിൻ്റെ അത്രയും തിരിച്ചു കൊടുക്കാൻ സാധിച്ചു എന്ന് എനിക്ക് വിശ്വാസമല്ല. അതിനിയും കൊടുക്കണം. ഏതായാലും മത്സര ചിത്രം വ്യക്തമായി കഴിഞ്ഞു. കൂടെ മത്സരിക്കുന്ന മറ്റ് സ്ഥാനാർത്ഥികളുടെ ചിത്രങ്ങളൊക്കെ അല്ലെങ്കിൽ അവരുടെ പേര് വിവരങ്ങളൊക്കെ പുറത്തു വന്നു കഴിഞ്ഞു. എങ്ങനെ തോന്നുന്നു അപ്പം കൂടെ മത്സരിക്കുന്നവർ? മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെല്ലാം നല്ല ആളുകളാണ്. ഞാൻ ആരെയും വ്യക്തിപരമായി മോശക്കാരെ പറയുന്നില്ല. എല്ലാവരും പൊതുരംഗത്ത് നിൽക്കുന്ന ഒരുപാട് അനുഭവമുള്ള ആളുകളാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു മുന്നണിയുടെ സ്ഥാനാർത്ഥി ആണെങ്കിൽ പോലും കരുനാഗപ്പള്ളിയിൽ അങ്ങനെ ഒരു കടുകെട്ടി രാഷ്ട്രീയ മത്സരമല്ല. അങ്ങനെ നിൽക്കുമ്പോൾ തന്നെയാണ് ഈ അടുത്തിടയിൽ ഉണ്ടായിരുന്ന ചില പ്രശ്നങ്ങൾ. താങ്കളുടെ ചില ബുദ്ധിമുട്ടുകൾ മൂലം പാർട്ടിയിൽ നിന്ന് BJP-യിലേക്ക് പോകേണ്ടി വന്നു എന്നൊരു നേതാവ്, വർഷങ്ങളായി പാർട്ടിയുടെ പാരമ്പര്യമുള്ളൊരു നേതാവ് പറഞ്ഞങ്ങനെ BJP-യിലേക്ക് പോകുന്നു. അതൊക്കെ വിഷമമുണ്ടാക്കിയോ? ഇതൊക്കെ ആശയപരമായ രാഷ്ട്രീയമല്ല, ഇതൊക്കെ ആമാശയപരമായ രാഷ്ട്രീയമാണ്. ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ പ്രത്യയശാസ്ത്രത്തെയാണ്. ആ കാര്യത്തിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഏത് പാർട്ടിയിലുണ്ടായാലും, ഞാൻ ഒരു പാർട്ടിയെ മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണെങ്കിലും BJP-യിലാണെങ്കിലും മുസ്ലിം ലീഗിലാണെങ്കിലും ഏത് പാർട്ടിയിലാണെങ്കിലും അങ്ങനെ കാലുമാറ്റത്തെ വല്ലാതെ ആരും പ്രോത്സാഹിപ്പിക്കേണ്ട ആവശ്യമില്ല. അതിന് വരുന്നൊരു കുഴപ്പം പൊതുജനം പിന്നെ രാഷ്ട്രീയക്കാരെ വിശ്വസിക്കാതാവും. രാഷ്ട്രീയത്തിലെ മൂല്യമാണ് നഷ്ടപ്പെടുന്നത്. പ്രചാരണം ഇപ്പം എവിടം വരെ എത്തി? എങ്ങനെയാണ് തുടക്കം? ഇങ്ങനെ എല്ലായിടവും എത്താൻ പറ്റുമോ പെട്ടെന്ന്? പ്രചരണ പരിപാടികൾ ഇപ്പം ചുവരെടുത്ത് പോസ്റ്റർ ഇവിടെ ഇങ്ങനെയൊക്കെയുള്ള പ്രചരണ പരിപാടി നിങ്ങൾക്ക് വരുമ്പോൾ കാണാം. നമ്മൾ ബഹുദൂരം മുന്നിലാണ്. അതൊക്കെ പാർട്ടി പ്രവർത്തകർ ആവേശത്തോടു കൂടി, പാർട്ടി ഇല്ലാത്തവരും ഉണ്ട്, ആവേശത്തോടു കൂടി നിൽക്കുകയാണ്. പിന്നെ സമയം എൻ്റെ ഓർമ്മയിൽ ആദ്യമായിട്ടാണ് ഇത്രയും ഒരു ചെറിയ പീരീഡ്, ഒരു ചെറിയ സമയം തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് സ്ഥാനാർത്ഥികൾ കിട്ടുന്നത്. അതെന്നെ ബാധിക്കത്തില്ല. കാരണം എൻ്റെ കട എന്നും തുറന്നിരിക്കുന്നതാണ്. എന്നും തുറന്നിരിക്കുന്ന കടയായതുകൊണ്ട് ഞാൻ തിരഞ്ഞെടുപ്പ് വരുമ്പം പൊക്കുന്ന കടയല്ല. തീർച്ചയായും സ്ഥാനാർത്ഥി പറയുന്ന പോലെ എല്ലാ ദിവസവും തുറന്നിരിക്കുന്ന ഒരു കട പോലെയാണ് സ്ഥാനാർത്ഥി എന്ന് പറയുന്നു. അത് തന്നെയാണ് സ്ഥാനാർത്ഥിക്കുള്ള ആത്മവിശ്വാസം. ഈ ആത്മവിശ്വാസത്തിലൂടെയാണ് സ്ഥാനാർത്ഥി ഇത്തവണ കരുനാഗപ്പള്ളിയിൽ നിന്ന് വീണ്ടും ജനവിധി തേടുന്നത്. പ്രദീപ് വാളത്തുങ്കലിനൊപ്പം സുധീഷ്, അമൃത ന്യൂസ്, കൊല്ലം. നാടറിയുന്ന തന്നെ ഇത്തവണയും കുന്നമംഗലം കൈവിടില്ല എന്ന് LDF സ്ഥാനാർത്ഥി PT റഹീം. 2011 മുതൽ മണ്ഡലത്തിൽ താൻ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് അറിയാമെന്നും അദ്ദേഹം പറഞ്ഞു. കുന്നമംഗലം നിയമസഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി PT റഹീമാണ് നമ്മളോടൊപ്പം ചേരുന്നത്. 2011 മുതൽ മണ്ഡലം ഭദ്രമാണ് കയ്യിൽ എന്നുള്ളതാണ് വിശ്വാസം. എങ്ങനെയുണ്ട് മണ്ഡലത്തിലെ ഒരു ആദ്യ റൗണ്ട്? ആദ്യ റൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ 10 വർഷങ്ങളിലായി നടന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ എല്ലാ മേഖലകളിലുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലായിടത്തും നല്ല അക്സെപ്റ്റൻസാണ് ആ ഒരു വിഷയത്തിൽ. അതുകൊണ്ടാണ് എനിക്ക് ധൈര്യമായിട്ട് വീണ്ടും ഇവിടെ തന്നെ നിൽക്കാൻ വേണ്ടി നിർബന്ധിച്ചതും ഞാൻ ഇവിടെ നിൽക്കാൻ തയ്യാറായതും. നമ്മൾ നോക്കുകയാണെങ്കിൽ കുന്നമംഗലത്തിൻ്റെ ഒരു സ്വഭാവം നോക്കുന്ന സമയത്ത് UC രാമൻ 2 തവണ സ്വതന്ത്രനായി ഈ ഒരു ഇടതുപക്ഷത്തിൻ്റെ തേരോട്ടത്തിന് സ്റ്റോപ്പ് ഇടുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിലേക്ക് പോകുന്ന അതേപോലെ തന്നെ ലീഗ് സ്ഥാനാർത്ഥി വീണ്ടും വന്നിരിക്കുകയാണ്. ഇല്ല, ഈ കഴിഞ്ഞ 3 പ്രാവശ്യവും ഇവിടെ UC രാമൻ മത്സരിച്ചിട്ടുണ്ട്. പല പരീക്ഷണങ്ങളും നടത്തിയിട്ടുണ്ട്. സിദ്ദീഖ് വന്നിട്ടുണ്ട്, എല്ലാവരും വന്നിട്ടുണ്ട്. പക്ഷേ ഈ നിയോജക മണ്ഡലത്തിലെ കഴിഞ്ഞ എൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്ന ഒരു സന്ദർഭത്തിൽ അതിവിടെ പ്രത്യക്ഷമായിട്ട് എല്ലാവർക്കും കാണാം, ഏത് വഴിക്ക് പോയാലും കാണാം. അപ്പോൾ അത് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായാലും നമ്മുടെ കോളേജായാലും അതുപോലെ റോഡുകളായാലും എല്ലാ വിഷയങ്ങളിലും ഇടപെടാൻ ഗവൺമെൻറ് നന്നായി എന്നെ സഹായിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കിഫ്ബി പദ്ധതി മുഖേന ഒരുപാട് പാലങ്ങൾ, അതുപോലെ റോഡുകൾ, കെട്ടിടങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. എടുത്തു പറയാവുന്ന ചില വികസന നേട്ടങ്ങൾ എന്തൊക്കെയായിരിക്കും? വലിയൊരു മാതൃകാപരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കുന്നമംഗലം പോലീസ് സ്റ്റേഷൻ തന്നെയാണ്. കാരണം MLA ഫണ്ട് ഉപയോഗിച്ചിട്ട് ആദ്യം ഉണ്ടാക്കുന്ന ഒരു പോലീസ് സ്റ്റേഷനാണ്. ആ മാതൃകയാണ് പിന്നെ പല മണ്ഡലങ്ങളിലും സ്വീകരിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മൾ ഗവൺമെൻറ് കോളേജ് കിഫ്ബി പദ്ധതി മുഖേന നമുക്ക് നല്ല ഒരു സഹായം കിട്ടിയപ്പോൾ വളരെ ഭംഗിയായിട്ട് നമുക്ക് ആ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇനി 99% പൊതുമരാമത്ത് റോഡുകളും നമ്മൾ BMBC ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ആരോഗ്യ കേന്ദ്രങ്ങളൊക്കെ സ്മാർട്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ തലങ്ങളിലും സർക്കാർ നമ്മളെ സഹായിച്ച് കിഫ്ബി നല്ല രീതിയിൽ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. കാരണം 24 മണിക്കൂറും ഇവിടെ മാത്രമല്ല, ഇവിടെയും പരിസര പ്രദേശങ്ങളിലുമൊക്കെ വൈദ്യുതി, ഇടതടവില്ലാത്ത വൈദ്യുതി, ഗുണമേന്മയുള്ള വൈദ്യുതി ലഭിക്കുന്നതിന് വേണ്ടി 162 കോടി രൂപയുടെ ഒരു പ്രൊജക്റ്റാണ് കുന്നമംഗലത്ത് ആരംഭിച്ചത്. MM മണിയാണ് അത് ഉദ്ഘാടനം ചെയ്തത്.
അപ്പോൾ അതുപോലെ എല്ലാ നിഖില മേഖലകളിലും നമ്മൾ ഈ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും സ്പോർട്സിന് ആവശ്യമായ സൗകര്യം ചെയ്തിട്ടുണ്ട്. എല്ലാ പഞ്ചായത്തുകളിലും കളിക്കളം ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഗവൺമെൻറ്റിൻ്റെ എല്ലാ പദ്ധതികളും MLA ഫണ്ട് കൂടി ചേർത്തുകൊണ്ട് ഈ കാര്യങ്ങളിലൊക്കെ വളരെ ഭംഗിയായി ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇനി വരാനിരിക്കുന്ന വികസനം അല്ലെങ്കിൽ എന്തായിരിക്കണം ഇനി കുന്നമംഗലത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യമെന്നാണ് ചിന്തിക്കുന്നത്? പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൊതുമരാമത്ത് റോഡുകളൊക്കെ നമ്മൾ BMBC നിലവാരത്തിലേക്ക് ഉയർത്തി കഴിഞ്ഞു. ഇനി നമുക്കൊരു 6 മീറ്ററിൻ്റെ മുകളിലുള്ള എല്ലാ റോഡുകളും BMBC നിലവാരത്തിലേക്ക് ഉയർത്താൻ വേണ്ടിയുള്ള ഒരു പദ്ധതിയുമായിട്ടാണ് നമ്മൾ പോകാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. BJPക്ക് അത്യാവശ്യം വോട്ടുള്ളൊരു സ്ഥലം കൂടെയാണ് കുന്നമംഗലം. BJP ഏതെങ്കിലും തരത്തിൽ വെല്ലുവിളി ഉണ്ടാക്കുമെന്ന് തോന്നുന്നുണ്ടോ? BJP കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അവിടെ മത്സരിച്ചിരുന്നു. അങ്ങനെ പ്രത്യേകമായിട്ട് എനിക്ക് എന്തെങ്കിലും ഒരു വെല്ലുവിളി ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എൻ്റെ ഒരു പെരുമാറ്റവും എൻ്റെ ഒരു സമീപനവും എല്ലാ ആളുകളും ആക്സെപ്റ്റ് ചെയ്യുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അവരെന്നോടുള്ള ഒരു അപ്രോച്ച് അതാണ്, ഞാൻ അങ്ങോട്ടുള്ള അപ്രോച്ച് അതാണ്. ഞാൻ ഒരാളെയും ഒരു രാഷ്ട്രീയത്തിൻ്റെ പേരിലും അകറ്റി നിർത്തിയിട്ടില്ല. വികസന പ്രവർത്തനങ്ങളിലും ഞാൻ എല്ലാവരെയും യോജിപ്പിച്ച് തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. എന്തായാലും വിജയാശംസകൾ മുന്നോട്ട് പോകട്ടെ. കുന്നമംഗലത്ത് ഏതായാലും 2011 മുതലുള്ള ഈ ഒരു വികസനത്തിൻ്റെ തുടർച്ച അത് തന്നെയാണ് PTA റഹീമും പ്രതീക്ഷിക്കുന്നത്.